ഹായ്, മൊഡ്യൂൾ 3 ഉദ്ദേശിക്കുന്നത് മാഗ്നറ്റിസം ആണ് കേട്ടോ. ആദ്യത്തെ ടോപ്പിക് അബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് പെർമിയബിലിറ്റി. അബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് പെർമിയബിലിറ്റി ഇതുപോലെ ഒരു ടേം നമ്മൾ പഠിച്ചിരുന്നു ഇലക്ട്രിക് ഫീൽഡിൽ. ഓർമ്മയുണ്ടോ? അതായത് നമ്മൾ കൂളംസ് ലോ പഠിച്ചപ്പോൾ 1/4πε0 എന്ന് പറഞ്ഞിട്ട് ആ എപ്സിലോൺ സീറോ എന്നൊരു ടേം പഠിച്ചിരുന്നു അല്ലെ. ഈ എപ്സിലോൺ സീറോ എന്താണ്? പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. എപ്സിലോൺ ആർ ആണെങ്കിൽ പെർമിറ്റിവിറ്റി, റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അതുപോലെ എപ്സിലോൺ ആണെങ്കിൽ പെർമിറ്റിവിറ്റി ഓഫ് എ മീഡിയം. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. ഇനി അബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത് അത് മാഗ്നറ്റിക് ഫീൽഡിലാണ്. പെർമിറ്റിവിറ്റി എവിടെയായിരുന്നു? ഇലക്ട്രിക് ഫീൽഡില്. പെർമിയബിലിറ്റി എവിടെയാണ്? മാഗ്നറ്റിക് ഫീൽഡിലാണ്. അപ്പം നമ്മുടെ മാഗ്നറ്റിസം ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിസം ആർ ഡിപ്പെൻഡിങ് ഓൺ സർട്ടൻ പ്രോപ്പർട്ടീസ് ഓഫ് ദ മീഡിയം കോൾഡ് ഇറ്റ്സ് പെർമിയബിലിറ്റി. മാഗ്നറ്റിസം സംഭവിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇത് അതിന്റെ ലൈൻസ് പാസ് ചെയ്യണമെങ്കിൽ അവിടെ ആ മെറ്റീരിയൽ, ആ മീഡിയത്തിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. എവറി മീഡിയം ഈസ് സപ്പോസ് ടു പോസസ് ടു പെർമിയബിലിറ്റീസ്. ഏതൊക്കെയാണ്? അബ്സല്യൂട്ട് പെർമിയബിലിറ്റി മ്യൂ, അതിന്റെ ഡിനോട്ട് ചെയ്യുന്നൊക്കെ മ്യൂ എന്നാണ് കേട്ടോ. അതുപോലെ റിലേറ്റീവ് പെർമിയബിലിറ്റി, അബ്സല്യൂട്ട് പെർമിയബിലിറ്റി, അതുപോലെ റിലേറ്റീവ് പെർമിയബിലിറ്റി. ഫോർ മെഷറിംഗ് ദ റിലേറ്റീവ് പെർമിയബിലിറ്റി, വാക്വം അല്ലെങ്കിൽ ഫ്രീ സ്പേസ് അതാണ് നമ്മൾ എപ്പോഴും റെഫറൻസ് മീഡിയ ആയിട്ട് എടുക്കുന്നത്. ഇറ്റ് ഈസ് അലോട്ടഡ് ആൻഡ് അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് എത്രയാണ്? പെർമിയബിലിറ്റി ആണ് കേട്ടോ. എന്റെ വായില് പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുക. പെർമിയബിലിറ്റി ഓഫ് μ0 4π × 10⁻⁷ ഹെൻറി പെർ മീറ്റർ. അപ്പൊ ഇത് ഞാൻ പഠിപ്പിക്കുമ്പോൾ എപ്പോഴും പറയുന്ന ഇങ്ങനെ കമ്പയർ ചെയ്ത് നോക്കണം കേട്ടോ. മറന്നു പോകുന്നവർക്ക് മാത്രം ശ്രദ്ധിക്കുക. എപ്സിലോൺ സീറോ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് അതിന്റെ വാല്യൂ എത്രയായിരുന്നു? 8.85 × 10⁻12 ഫാരഡ് കേട്ടോ. ഫാരഡ് പെർ മീറ്റർ ആയിരുന്നു. ഫാരഡ് എന്തിന്റെ യൂണിറ്റ് ആണ്? കപ്പാസിറ്റൻസിന്റെ അല്ലെ. ഇനി മാഗ്നറ്റിക് ഫീൽഡിൽ വന്നപ്പോൾ എപ്സിലോൺ സീറോയ്ക്ക് പറയും ഇവിടെ എന്താണ്? മ്യൂസീറോയുടെ വാല്യൂ കാണാതെ പഠിക്കണം. 4π × 10⁻⁷ എന്താണ്? ഹെൻറി പെർ മീറ്റർ. ഓക്കെ. ഇനി റിലേറ്റീവ് പെർമിയബിലിറ്റി ഓഫ് വാക്വം എത്രയായിരിക്കും? 1 ആയിരിക്കുമല്ലോ. കാരണം നമ്മൾ റെഫറൻസ് എടുക്കുന്നത് ഏതിനെ ബേസ് ചെയ്തിട്ടാണ്? വാക്വം അല്ലെങ്കിൽ എയറിനെ ബേസ് ചെയ്തിട്ടാണ്. സോ റിലേറ്റീവ് പെർമിയബിലിറ്റി ഓരോ മീഡിയത്തിനെയും കാണുന്നത് അതിനെ റെഫർ ചെയ്തിട്ടാണ്. അപ്പൊ റിലേറ്റീവ് പെർമിയബിലിറ്റി ഓഫ് വാക്വം അല്ലെങ്കിൽ എയർ തന്നെ നോക്കുവാണെങ്കിൽ റേഷ്യോ സെയിം ആണ്. അപ്പോൾ 1 വരും അല്ലെ. അങ്ങനെയാണ് റിലേറ്റീവ് പെർമിയബിലിറ്റി ഓഫ് എയർ ഫോർ ഫ്രീ സ്പേസ് അല്ലെങ്കിൽ എയർ. റിലേറ്റീവ് പെർമിയബിലിറ്റി ഈക്വൽ ടു μr ആൻഡ് μ0 ഈക്വൽ ടു ദിസ് വൺ. സോ 2 വാല്യൂസ് ഉണ്ടെന്ന് ഓർക്കാം. Now take any medium other than vacuum. If its relative permeability as compared to vacuum is μr, അങ്ങനെയാണെങ്കിൽ absolute permeability എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? ആ പെർമിയബിലിറ്റി ഓഫ് ദാറ്റ് മീഡിയം, ദാറ്റ് ഈസ് മ്യൂ. സിംപ്ലി മ്യൂ എന്ന് എഴുതുന്നതാണ്. മ്യൂ ഇൻറ്റു μ0 ഇൻറ്റു μr, അത്രയും ഹെൻറി പെർ മീറ്റർ ആണ്. മ്യൂ ഈക്വൽ ടു μ0 ഇൻറ്റു μr. അടുത്തത് ലോസ് ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ്. ഇപ്പോ ഈ ലോസിനകത്ത് ഇപ്പൊ ഇത് ശരിക്കും സിലബസിൽ അങ്ങനെ കൊടുത്തിട്ടില്ല, എന്നാലും ഞാൻ ഈ ഒരു ടോപ്പിക് ഇൻക്ലൂഡ് ചെയ്തത് അതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ മാഗ്നറ്റിക് ഫോഴ്സിന്റെ ലോസ് നമ്മൾ കൂളംസ് ലോ ഒക്കെ പഠിച്ച പോലെ ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു മാഗ്നറ്റിക് പോൾസ്, 2 മാഗ്നറ്റിക് പോൾസ്, നോർത്ത് പോൾ സൗത്ത് പോൾ എന്ന് പറയില്ലേ, അതുപോലുള്ള 2 മാഗ്നറ്റിക് പോൾസ് ദാറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ എ മീഡിയം, അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദയർ പോൾ സ്ട്രെങ്ത്. അപ്പൊ അതിന്റെ പോൾ സ്ട്രെങ്ത്തിന്റെ വാല്യൂ m ആണെങ്കിൽ അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും? അതിന്റെ പോൾ സ്ട്രെങ്ത്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം and inversely proportional to absolute permeability of the surrounding medium. നോക്കൂ, if m1 and m2 represent the magnetic strength of the 2 poles and they are separated by a distance r distance between ഉണ്ടെന്ന് വിചാരിക്കുക, the magnetic force in between the 2 magnetic poles എത്രയായിരിക്കും? F proportional to m1 m2 divided by mu into r square, or F is equal to ഒരു proportionality constant k എന്നിട്ടു k into m1 m2 by mu r square. ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഇക്വേഷൻ വരുന്നത്.
ഇനി എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്? മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഡിനോട്ട് ചെയ്യുന്നത് എച്ച്, ക്യാപിറ്റൽ എച്ച് കൊണ്ടാണ്. അപ്പൊ ഈ ഒരു വാല്യൂ അല്ലെ എച്ചിന് വേറെ കുറച്ച് പേരുകളും നമ്മൾ ഡിനോട്ട് ചെയ്യാറുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ഇന്റർചേഞ്ചബിളി യൂസ്ഡ് വിത്ത് ഫീൽഡ് ഇന്റൻസിറ്റി. ഫീൽഡ് ഇന്റൻസിറ്റി, മാഗ്നറ്റൈസിംഗ് ഫോഴ്സ്, strength of the field, field strength of the field, magnetic intensity and intensity of magnetic field. ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വേറൊരു ടേം പഠിക്കും, ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. ഡിഫറൻസ് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ നോക്കൂ, ഈ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് അറ്റ് എനി പോയിന്റ് വിത്തിൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ നോർത്ത് പോൾ ഓഫ് 1 വെബർ പ്ലേസ്ഡ് അറ്റ് ദാറ്റ് പോയിന്റ്. ഓക്കെ, ഇപ്പൊ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു. ആ പോയിന്റിൽ എത്രയുണ്ട് അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് വെച്ചാൽ എന്താണ്? ഈ ഒരു പോയിന്റിൽ നമ്മൾ ഒരു നോർത്ത് പോൾ കൊണ്ടുവച്ചു, ഒരു നോർത്ത് പൊളാരിറ്റി ഉള്ള ഒരു മാഗ്നറ്റ് കൊണ്ടുവച്ചു. ഓക്കെ, അത് എത്രയാണ് അതിന്റെ വാല്യൂ? 1 വെബർ. ആ ഫ്ലെക്സിന്റെ വാല്യൂ എത്രയാണ്? 1 വെബർ ആണ്. അത് കൊണ്ട് വെക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന ആ ഫോഴ്സ് ആൻഡ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദാറ്റ് നോർത്ത് പോൾ ഓഫ് 1 വെബർ പ്ലേസ്ഡ് അറ്റ് ദാറ്റ് പോയിന്റ്, അതാണ് എന്ത്? എച്ച് എന്ന് പറഞ്ഞ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്. Hence, the unit of H is എന്താണ്? ഫോഴ്സ് എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് എന്താണ്? ന്യൂട്ടൺ. ന്യൂട്ടൺ പെർ വെബർ. എന്താണ്? ന്യൂട്ടൺ പെർ വെബർ. It would be helpful to remember that following terms are sometimes interchangeably used. ഞാൻ ഓൾറെഡി പറഞ്ഞു, അത് ചെക്ക് ചെയ്യാം. നോക്കൂ, ഫ്ലെക്സ് പെർ യൂണിറ്റ് പോൾ. എന്താണ് ഫ്ലെക്സ് പെർ പോൾ? ഫൈ എന്ന് പറഞ്ഞ ഫ്ലെക്സ് പെർ പോൾ. സാറിന് സിംപ്ലി ഫ്ലെക്സ് നമ്മൾ പറയും, ഫ്ലെക്സ് പെർ പോൾ ആണ് ശരിക്കും സ്റ്റാൻഡേർഡ് യൂണിറ്റ്. എത്ര നമ്പർ ഓഫ് ഫ്ലെക്സ്, എത്ര നമ്പർ ഓഫ് പോൾസ് ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താണ് കൂടുതൽ കാണുന്നത്. ഇനി എ യൂണിറ്റ് എൻ പോൾ ഈസ് സപ്പോസ് ടു റേഡിയേറ്റ് ഔട്ട് എ ഫ്ലെക്സ് ഓഫ് 1 വെബർ. ഒരു 1 വാല്യൂ ഉള്ള അല്ലെങ്കിൽ 1 വെബർ വാല്യൂ ഉള്ള ഫ്ലെക്സ് ആണ് എന്ത് ജനറേറ്റ് ചെയ്യുന്ന, അല്ലെ ഒരു യൂണിറ്റ് എൻ പോൾ. കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ 1 വെബർ ജനറേറ്റ് ചെയ്യുന്ന, അതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ആ 1 വെബർ ആണ് റേഡിയേറ്റ് ചെയ്യുന്നത്. ആ ഒരു റേഡിയേറ്റ് ചെയ്യുന്ന ലൈൻസ് ഓഫ് മാഗ്നറ്റിക് ഫ്ലെക്സ് ആൻഡ് ലൈൻസ് ഓഫ് മാഗ്നറ്റിസം ഉണ്ടല്ലോ, അതാണ് ശരിക്കും ഫ്ലെക്സ് എന്ന് പറയുന്നത്. ഇറ്റ് സിംബൽ ഈസ് ഫൈ. Therefore, the flux coming out of a n pole of m Weber. m Weber ഉണ്ടെങ്കിൽ എത്രയായിരിക്കും? phi is equal to m Weber. ഓക്കെ, phi is equal to m Weber. അപ്പൊ ഫ്ലെക്സിന്റെ വാല്യൂ ഇത് നോക്കുക, എത്രയാണ് അതിന്റെ എത്ര ഫ്ലെക്സ് കമ്മിങ് ഔട്ട് ആണ് എന്ന് നോക്കിയിട്ടാണ് ആ വാല്യൂ കിട്ടുന്നത്. phi is equal to m Weber. നമ്മൾ സിംപ്ലി phi എന്ന് തന്നെയാണ് പറയുന്നത് അല്ലെ. ഇനിയിപ്പോ മോട്ടറും ജനറേറ്ററും ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പറയും ഒരു 4 പോൾസ് ഉള്ള ഒരു മോട്ടറാണ്, അതിൽ തന്നിരിക്കുന്ന ഫ്ലെക്സ് പെർ പോൾ 5 ആണ്. അപ്പൊ ടോട്ടൽ ഫ്ലെക്സ് കാണാൻ വരുമ്പോൾ നമ്മൾ നമ്പർ ഓഫ് പോൾസ് ഇൻറ്റു 5 ചെയ്യേണ്ടി വരും ആ സമയത്ത്. ഇനി അടുത്ത എന്താണ്? ഫ്ലെക്സ് ഡെൻസിറ്റി ബി. ഇപ്പൊ ഫ്ലെക്സ് ഡെൻസിറ്റി എന്ന് വെച്ചാൽ ഡെൻസിറ്റി എന്താണ്? ഫ്ലെക്സ് ഡിവൈഡ് ബൈ ഏരിയ ആണ് ഫ്ലെക്സ് ഡെൻസിറ്റി. ഫ്ലെക്സ് ഡിവൈഡ് ബൈ ഏരിയ. ഓക്കെ, ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ബി. അതിന്റെ യൂണിറ്റ് എന്താണ്? ഫ്ലെക്സിന്റെ യൂണിറ്റ് എന്താണ്? വെബർ. വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ് ഇതിന്റെ യൂണിറ്റ് വരുന്നത്. ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ശ്രദ്ധിക്കണം, ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ അതിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, അതുപോലെ ഡയറക്ഷനും ഉണ്ട്. ഇനി നോക്കൂ, ഇറ്റ് ഈസ് ഗിവൺ ബൈ ദ ഫ്ലെക്സ് പാസിംഗ് പെർ യൂണിറ്റ് ഏരിയ. നമ്മൾ പറഞ്ഞു, അപ്പൊ നമുക്ക് മാഗ്നിറ്റ്യൂഡ് കിട്ടി. ത്രൂ എ പ്ലെയിൻ അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ ഫ്ലെക്സ്. ഫ്ലെക്സിന് എങ്ങനെയാണ്? ത്രൂ എ പ്ലെയിൻ റൈറ്റ് ആംഗിൾ ടു ദ ഫ്ലെക്സ്. ഫ്ലെക്സിന് റൈറ്റ് ആംഗിൾ ആയിട്ടുള്ള ഒരു പ്ലെയിൻ, അതിലൂടെയാണ് എന്ത് പാസ് ചെയ്യുന്നത്? അതിലൂടെ എത്രമാത്രം ഫ്ലെക്സ് ഒരു യൂണിറ്റ് ഏരിയയിൽ പാസ് ചെയ്യുന്നു, അതാണ് ഫ്ലെക്സ് ഡെൻസിറ്റി. ദെൻ if എന്നാണ് കേട്ടോ ഇവിടെ എഴുതിയേക്കുന്നത്. if 5 Weber is the total magnetic flux passing normally through an area of A, അങ്ങനെയാണെങ്കിൽ ബി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5/A ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഈ വാല്യൂ ആ ഏരിയ വെച്ചിട്ട് പറഞ്ഞേക്കുന്നേ ഉള്ളൂ കേട്ടോ. 1/4πr² വെബർ പെർ മീറ്റർ സ്ക്വയർ.
ഫ്ലെക്സിന്റെ വാല്യൂ 1 ഇട്ട് കൊടുത്തു. അതൊരു സ്പെറിക്കൽ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. അത് നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് മാത്രം നോക്കിയാൽ മതി. 5/a. ഏരിയ ഡിപ്പെൻഡ് ചെയ്ത് ഏത് ഷേപ്പാണ് അതിനനുസരിച്ചും മാറിയിരിക്കും. ദ അബ്സല്യൂട്ട് പെർമിയബിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ. എന്താണ് അബ്സല്യൂട്ട് പെർമിയബിലിറ്റി? നമ്മൾ ആദ്യം പഠിച്ചിരുന്നു അല്ലെ, മ്യൂ എന്ന് പറയുന്നതാണ് അബ്സല്യൂട്ട് പെർമിയബിലിറ്റി. ഈ മ്യൂവിന് മറ്റൊരു ഇക്വേഷൻ റിലേറ്റിംഗ് ഏതൊക്കെയാണ്? ബിയും എച്ചും. ബി എന്താന്ന് പറഞ്ഞു? മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. ഇതെന്തായിരുന്നു? സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെ. അപ്പൊ അത് രണ്ടും കൂടി ചെയ്യുന്ന കഴിഞ്ഞാൽ എന്ത് കിട്ടും? മ്യൂ ഈക്വൽ ടു ബി ബൈ എച്ച് ഹെൻറി പെർ മീറ്റർ. എന്താണ്? ഹെൻറി പെർ മീറ്റർ. ഓർ ഈ ഇക്വേഷൻ പഠിക്കണം, ബി ഈസ് ഈക്വൽ ടു മ്യൂ എച്ച്. ബി ഈസ് ഈക്വൽ ടു മ്യൂ എച്ച് എന്ന് പഠിച്ചോളുക. അതിൽ നിന്ന് ഈ ഇക്വേഷനും കിട്ടിക്കോളും. ഇതിലേതെങ്കിലും ഒന്ന് നോക്കി വെക്കുക, എന്നിട്ടത് കാണാതെ പഠിക്കുക, മാറിപ്പോകരുത്. അപ്പൊ മ്യൂ എച്ച് അല്ലെങ്കിൽ മ്യൂ 0 ഇൻറ്റു മ്യൂ ആർ ഇൻറ്റു എച്ച്. ഈ റിലേഷൻ ഇമ്പോർട്ടന്റ് ആണ്. വെൻ എച്ച് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ എയർ ഓർ വാക്വം ദെൻ കറസ്പോണ്ടിങ് ഫ്ലക്സ് ഡെൻസിറ്റി ഡെവലപ്ഡ് ഇൻ എയർ. എയറിന്റെ ആവുമ്പോൾ ബി 0 ഈക്വൽ ടു മ്യൂ 0 ഇൻറ്റു എച്ച്. ഇനി ഒരു കാര്യം കൂടി നോക്കിക്കോളൂ. നമ്മൾ ആ അബ്സല്യൂട്ട് പെർമിബിലിറ്റിയും റിലേറ്റീവ് പെർമിബിലിറ്റിയുടെ ഇക്വേഷൻ പറഞ്ഞിരുന്നു അല്ലെ. അപ്പോൾ ബിയുടെ റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ബി വെച്ചിട്ട് നമുക്ക് എങ്ങനെ മ്യൂ ആർ കണ്ടെത്താം? ബി ഡിവൈഡഡ് ബൈ ബി 0. എന്താണ് വരുന്നത്? ബി ഡിവൈഡഡ് ബൈ ബി 0. ബി മെറ്റീരിയൽ ഡിവൈഡഡ് ബൈ ബി 0 എന്താണ്? വാക്വം. എന്താണ് ബി എന്ന് പറയുന്നത്? മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. സോ റിലേറ്റീവ് പെർമിയബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ, it is equal to the ratio of flux density produced in that material to the flux density produced in vacuum by the same magnetizing force. Okay. അപ്പോൾ ഒരു മാഗ്നറ്റൈസിങ് ഫോഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ മാഗ്നറ്റൈസിങ് ഫോഴ്സ് വെച്ചിട്ട് ഒരു മെറ്റീരിയലിൽ എത്രമാത്രം മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഉണ്ടാവുന്നുണ്ട്, അതുപോലെ വാക്വത്തിൽ എത്രമാത്രം മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഉണ്ടാവുന്നുണ്ട്, അത് രണ്ടിന്റെയും റേഷ്യോ ആണ് പറയുന്നത് കേട്ടോ. അടുത്തത് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. ഇവിടെ ആ ടേം ശ്രദ്ധിക്കണം. മാഗ്നറ്റൈസേഷൻ, മാഗ്നറ്റിക് ഫീൽഡ് എന്നല്ല കേട്ടോ. ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് സാധാരണ എച്ചിന് തന്നെയാണ്. ഇത് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്താണ്? ഐ എന്ന് വെച്ചാൽ എന്താ നോക്കൂ. ഇറ്റ് ഈസ് ദ ഇൻഡ്യൂസ്ഡ് പോൾ സ്ട്രെങ്ത് ഡെവലപ്ഡ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് ദ ബാർ. ഓക്കെ, ഇറ്റ് ഈസ് ദ ഇൻഡ്യൂസ്ഡ് പോൾ സ്ട്രെങ്ത് ഡെവലപ്ഡ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് ദ ബാർ. ഒരു പെർ യൂണിറ്റ് ഏരിയയിൽ എത്രമാത്രം പോൾ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് ആ മാഗ്നറ്റിക് എഫക്ട് എത്രമാത്രം ഉണ്ടാവുന്നുണ്ട്. ഓൾസോ ഇറ്റ് ഈസ് ദ മാഗ്നറ്റിക് മൊമെന്റ്. ഇങ്ങനെയും പറയാം, മാഗ്നറ്റിക് മൊമെന്റ് ഡെവലപ്ഡ് പെർ യൂണിറ്റ് വോളിയം ഓഫ് ദ ബാർ. ഓക്കെ, ഇറ്റ് ഈസ് ദ മാഗ്നറ്റിക് മൊമെന്റ് ഡെവലപ്ഡ് പെർ യൂണിറ്റ് വോളിയം ഓഫ് ദ ബാർ. അപ്പൊ അങ്ങനെയും പറയാം. നോക്കൂ, എം എന്ന് പറയുന്നത് പോൾ സ്ട്രെങ്ത് ആണെന്ന് വിചാരിക്കുക, ഇൻഡ്യൂസ്ഡ് ഇൻ ദ ബാർ. എ ഈസ് ദ ഏരിയ ഓഫ് ദ ബാർ, അല്ലെങ്കിൽ പോൾ ഏരിയ അല്ലെങ്കിൽ ഫേസ് ഏരിയ. ആൻഡ് ഐ ഈസ് ഈക്വൽ ടു എന്താ നമ്മളിപ്പോ പറഞ്ഞു? എം ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. എം എന്ന് പറഞ്ഞാൽ പോൾ സ്ട്രെങ്ത് ആണ്, ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. ഹെൻസ് ദ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ, ഇറ്റ് ഈസ് ദ ഫ്ലക്സ് ഡെൻസിറ്റി പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു ഇറ്റ്സ് ഓൺ ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിസം. ഓക്കെ, ഇപ്പോൾ ഒരു വസ്തുവിന്റെ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത് ദ ഫ്ലക്സ് ഡെൻസിറ്റി പ്രൊഡ്യൂസ്ഡ് ഇൻ ഇറ്റ് ഡ്യൂ ടു ഇറ്റ്സ് ഓൺ ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിസം. മനസ്സിലായോ? അതായത് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് നമ്മൾ പറയുന്നത് ശരിക്കും എന്താ? ഫ്ലക്സ് ബൈ ഏരിയ ആണ്. ഇവിടെ ആ ഫ്ലക്സ് എന്നുള്ള സ്ഥാനത്ത് എന്താ വന്നിരിക്കുന്നത്? ആ ഒരു എലമെന്റിന്റെ അല്ലെങ്കിൽ ആ ഒരു ബാറിന്റെ എന്താണ്? ആ പോൾ സ്ട്രെങ്ത് ആണ്. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ. ഇവിടെ പോൾ സ്ട്രെങ്ത് ബൈ ഏരിയ, ഫ്ലക്സ് ഡെൻസിറ്റി ബൈ ഏരിയ ആയിട്ട് കമ്പയർ ചെയ്താണ് ആ ഒരു ഡെഫിനേഷൻ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇഫ് എൽ ഈസ് ദ മാഗ്നറ്റിക് ലെങ്ത് ഓഫ് ദ ബാർ, ദെൻ ദ പ്രൊഡക്റ്റ് എം ഇൻറ്റു എൽ ഈസ് നോൺ ആസ് ദ മാഗ്നറ്റിക് മൊമെന്റ്. എന്താണ്? ഇഫ് എൽ ഈസ് ദ മാഗ്നറ്റിക് ലെങ്ത്. നോക്കൂ, ഇപ്പൊ എൽ എന്ന് പറഞ്ഞു ഇവിടെ ഞാനൊരു ഒരു ഡെഫിനേഷൻ കൂടി ഇവിടെ പറഞ്ഞിരുന്നു, മാഗ്നറ്റിക് മൊമെന്റ് ഡെവലപ്ഡ് പെർ യൂണിറ്റ് വോളിയം. അപ്പോ ഇവിടെ എം ബൈ എ എന്ന് പറഞ്ഞു. ഓക്കെ, അതുകൂടാതെ നമ്മളിപ്പോ ഇവിടെ ഒരു എല്ല് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ ഒരു എല്ല് മൾട്ടിപ്ലൈ ചെയ്തു അല്ലെ. അപ്പൊ എന്തായി? എം ഇൻറ്റു എൽ ക്യാപിറ്റൽ എം അഥവാ മാഗ്നറ്റിക് മൊമെന്റ്. ഏരിയ ഇൻറ്റു ലെങ്ത് എന്ത് വരും? വോളിയം. അതാണ് മാഗ്നറ്റിക് മൊമെന്റ് പെർ വോളിയം എന്ന് വന്നത്. ഇതിന്റെ എല്ലാത്തിന്റെയും ഇക്വേഷൻസ്
ഒരു പേജിൽ സെപ്പറേറ്റ് എഴുതി വെക്കണം കേട്ടോ, ഈ ഒരു ഇക്വേഷൻസ് എല്ലാം പഠിച്ചു കഴിയുമ്പോൾ. അങ്ങനെ ഓരോ ചാപ്റ്ററിലും നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻസ് വെച്ചിട്ട് ഷീറ്റിൽ ഇക്വേഷൻസ് എഴുതി വെക്കണം. സസെപ്റ്റിബിലിറ്റി. എന്താണ് സസെപ്റ്റിബിലിറ്റി അഥവാ കെ? സസെപ്റ്റിബിലിറ്റി കെ. സസെപ്റ്റിബിലിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ I ടു ദ മാഗ്നറ്റൈസേഷൻ ഫോഴ്സ് H. I by H ആണ് എന്ത്? K. അപ്പൊ K എന്താണ്? I ഡിവൈഡ് ബൈ H. I എന്താണ്? ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. ഓക്കെ, H എന്താണ്? മാഗ്നറ്റൈസിങ് ഫോഴ്സ്, ഹെൻറി പെർ മീറ്റർ. ഇപ്പോൾ ഈ സസെപ്റ്റിബിലിറ്റിയുടെ വാല്യൂ പറയുവാണെങ്കിൽ ഇവിടെ നോക്കൂ, ഈ കെയുടെ വാല്യൂ ഫോർ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ആൻഡ് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ്, ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ആൻഡ് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ്, കെ ഈസ് പോസിറ്റീവ്. ഇത് പലപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. ആൻഡ് ഫോർ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ്, ഇറ്റ് ഈസ് നെഗറ്റീവ്. ഓക്കെ, ചിലപ്പോഴൊക്കെ ഈ ഒരു കെ വരുന്നത് ഈ കൈ എന്നൊരു ടേം ഉണ്ട്, അങ്ങനെയും ഡിനോട്ട് ചെയ്യാറുണ്ട് കേട്ടോ. നിങ്ങളത് കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. എനിവേ ഈ ഒരു ഇത് തന്നെയാണ് വരുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കൈ എന്നാണ് ഇത് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ഇവിടെ ഇങ്ങനെ കെ എന്നാണ് പറഞ്ഞിരിക്കുന്നതെന്നുള്ളൂ. അപ്പൊ ആ ഒരു വാല്യൂ ഓർത്തോളൂ. എന്താണ് ആ സാധനം? സസെപ്റ്റബിലിറ്റി. ഓക്കെ, സസെപ്റ്റബിലിറ്റി. ഇറ്റ് ഈസ് പോസിറ്റീവ് ഫോർ പാരാ ആൻഡ് ഫെറോമാഗ്നറ്റിക്. ഫോർ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഇറ്റ് ഈസ് നെഗറ്റീവ്. ഫെറോമാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ അയൺ, നിക്കൽ, കൊബാൾട്ട്, അലോയ്സ് ലൈക്ക് നിക്കൽ അയൺ, കൊബാൾട്ട് അയൺ. അപ്പൊ അയണിന്റെ ഇത് വരുന്നതാണ് ഏത് വരുന്നത്? ഫെറോ. ആ ഫെറോ എന്ന് പറയുമ്പോൾ തന്നെ അയണുമായിട്ട് റിലേറ്റഡ് ആണല്ലോ. ആൻഡ് അതിലൊക്കെ മ്യൂ ആർ ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ യൂണിറ്റി. വണ്ണിനേക്കാളും വളരെ വലുതായിരിക്കും. അപ്പൊ മ്യൂ ആർ മച്ച് ഗ്രേറ്റർ ദാൻ യൂണിറ്റി ഫോർ ഫെറോ. ഫോർ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് വെച്ചാൽ അലൂമിനിയം, മ്യൂ ആർ ഗ്രേറ്റർ ആണ്, പക്ഷെ ഇതുപോലെ മച്ച് ഗ്രേറ്റർ അല്ല. മ്യൂ ആർ ഗ്രേറ്റർ ദാൻ 1. പക്ഷേ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസിൽ എന്താണ്? ഫോർ എക്സാമ്പിൾ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്താണ്? ബിസ്മത്ത്, മ്യൂ ആർ ലെസ് ദാൻ 1. അപ്പൊ ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, സസെപ്റ്റബിലിറ്റിയുടെ ഇക്വേഷൻ ഫെറോ, പാര, അതുപോലെ തന്നെ ഡയ, ഇതിന് മൂന്നിനും കെയുടെ വാല്യൂ അല്ലെങ്കിൽ സസെപ്റ്റബിലിറ്റി വാല്യൂ പോസിറ്റീവ്, പോസിറ്റീവ്, നെഗറ്റീവ്. അതുപോലെ ഈ ഗ്രേറ്റർ ദാൻ യൂണിറ്റി, മച്ച് ഗ്രേറ്റർ ദാൻ യൂണിറ്റി, അതുപോലെ ലെസ് ദാൻ യൂണിറ്റി, ആ ഒരു ടേംസ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. കൂടാതെ എക്സാമ്പിൾസും ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിന് എക്സാമ്പിൾ ബിസ്മത്ത്, അതുപോലെ പാരാമാഗ്നറ്റിക്കിന് ഒരു എക്സാമ്പിൾ ആണ് അലൂമിനിയം. ഓക്കെ, ഇനി വേറെ രണ്ട് ഇക്വേഷൻ കൂടി ഒന്ന് നോക്കി വെക്കുക, പ്രോബ്ലം ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. മ്യൂ ഈസ് ഈക്വൽ ടു അബ്സലൂട്ട് പെർമിയബിലിറ്റി ഈക്വൽ ടു മ്യൂ 0 പ്ലസ് കെ. മ്യൂ 0 പ്ലസ് എന്താണ്? ഈ സസെപ്റ്റബിലിറ്റി. ചിലപ്പോൾ നമ്മൾ കുറെ പേരെങ്കിലും ഈ സിമ്പിൾ ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക, ഏതായാലും കുഴപ്പമില്ല കേട്ടോ. ഇനി മ്യൂ ആർ ഇസ് ഈക്വൽ ടു, ഇത് ഇക്വേഷൻ നോക്കൂ. ഇതിനെല്ലാത്തിനെയും നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തു എന്ന് നോക്കുക. ഇവിടെയകത്ത് നമുക്ക് ഈ ഒരു മ്യൂ ആറ് വരുത്താൻ വേണ്ടിയിട്ട് മ്യൂ 0 വെച്ച് ഡിവൈഡ് ചെയ്യണം. മ്യൂ ബൈ മ്യൂ 0 ആണ് മ്യൂ ആർ. അപ്പൊ എല്ലാത്തിനെയും മ്യൂ 0 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ മ്യൂ ആർ ഇസ് ഈക്വൽ ടു 1 പ്ലസ് കെ ബൈ മ്യൂ 0. ഈ രണ്ട് ഇക്വേഷൻസ് പഠിച്ചു വെക്കാം. ഒന്നുകിൽ ഇത് പഠിച്ചു വെച്ചാലും മതി, ഇതിൽ നിന്ന് രണ്ടാമത്തേലേക്ക് എത്താൻ പറ്റും. അതിനെ ബേസ് ചെയ്തിട്ട് ഞാനൊരു പ്രോബ്ലം ഇട്ടിട്ടുണ്ട്. ദ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി ഓഫ് ദ ഓക്സിജൻ ഗ്യാസ് അറ്റ് 20 ഡിഗ്രി സെൽഷ്യസ് ഈസ് 167 into 10⁻11. കാൽക്കുലേറ്റ് ഈസ് അബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് പെർമിയബിലിറ്റി. അപ്പൊ തന്നിരിക്കുന്ന സാധനം ഇവിടെ കെ ആണ് അല്ലെ. ഇനി അപ്പൊ എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? അബ്സല്യൂട്ടും റിലേറ്റീവും. അബ്സല്യൂട്ടും റിലേറ്റീവും. അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് മ്യൂ 0 പ്ലസ് കെ. അപ്പൊ തന്നിരിക്കുന്നത് എന്താണ്? ഓക്കെ, തന്നിരിക്കുന്ന വാല്യൂ 167 എന്ന് പറയുന്നത് എന്താണ്? ഈ ഇതാണ് കെയുടെ വാല്യൂ. മ്യൂ 0യുടെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാവുന്ന വാല്യൂ ആണ്. അപ്പൊ നമുക്ക് മ്യൂ ആർ ആദ്യം കിട്ടും. ഏതാണ് മ്യൂ ആറിന്റെ വാല്യൂ? ഇത് വെച്ചിട്ട് മ്യൂ ആർ ആദ്യം കണ്ടുപിടിക്കും. ദെൻ നമ്മൾ എന്ത് ചെയ്യും? മ്യൂ ഈക്വൽ ടു മ്യൂ 0 into മ്യൂ ആർ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ ഇതുപോലത്തെ ഈ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് ക്യൂറി പോയിന്റ്. ക്യൂറി പോയിന്റ് എന്ന് പറയും. അപ്പൊ ഇത് ചോദിക്കാറുള്ളതാണ്, പക്ഷെ അവിടെ സിലബസിൽ ഞാൻ കണ്ടില്ല, പക്ഷെ അത് ചോദിക്കാറുണ്ട്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇവിടെ നോക്കൂ, ഇവിടെ മാഗ്നറ്റിക് സ്ട്രെങ്ത് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കൂ, T ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കൂടി പോകുന്നു കേട്ടോ. അപ്പോൾ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ നമ്മൾ ചൂടാക്കുകയെന്ന് വിചാരിക്കാം. അങ്ങനെ ചൂടാക്കും തോറും അതിന്റെ മോളിക്യൂൾസ് കൂടുതൽ വൈബ്രേറ്റ് ചെയ്യും. അങ്ങനെ ചൂട് കൂടുതലാവുമ്പോൾ ആസ് ദ ഹീറ്റ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസസ് ദ മോളിക്യൂൾസ് വൈബ്രേറ്റ് മോർ വയലന്റ്ലി.
അപ്പൊ അങ്ങനെ കുറെ അതിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മോളിക്യുലാർ മാഗ്നറ്റ്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് സ്മോൾ മോളിക്യൂൾസിന്റെ ആ മൊമെന്റ് കാരണമാണ് ശരിക്കും ടോട്ടൽ മാഗ്നറ്റിസം ഉണ്ടാവുന്നത്. അപ്പൊ അതിന്റെ അലൈൻമെന്റ് പോകും ആസ് ദ ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസ്. അപ്പൊ എന്ത് സംഭവിക്കും? മൊത്തത്തിൽ അതിന്റെ മാഗ്നറ്റിക് സ്ട്രെങ്ത് എന്ത് ചെയ്യും? കുറഞ്ഞു പോകും അല്ലെ? എന്ന് വെച്ചാൽ എച്ചിന്റെ വാല്യൂ കുറഞ്ഞു പോകും. മനസ്സിലായോ? അപ്പൊ അതിന്റെ മാഗ്നറ്റിക് സ്ട്രെങ്ത് ഇവിടെ ഇത്രയും ഉണ്ടായിരുന്നു. ടെമ്പറേച്ചർ കൂടുന്തോറും എന്ത് സംഭവിച്ചു? ഇങ്ങനെ കുറഞ്ഞു വന്നു അല്ലെ? അങ്ങനെ കുറഞ്ഞു വന്ന് ഒട്ടും മാഗ്നറ്റിസം ഇല്ലാത്തൊരവസ്ഥ വരും. ദ മാഗ്നറ്റിസം കംപ്ലീറ്റ്ലി ലോസ് ആവുന്ന ഒരു സമയം വരും അല്ലെ? ടെമ്പറേച്ചർ കൂട്ടി ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് the vibrations of the molecular magnets become so random and out of alignment as to reduce the magnetic strength to zero. അതാണ് ക്യൂറി പോയിന്റ്. കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കുക. ദ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ above which ferromagnetic material becomes paramagnetic. ഇങ്ങനെയാണ് ചോദിക്കാറുള്ളത് കേട്ടോ. ഇനിയിപ്പോ ഈ രീതിയിലും ചോദിക്കുവാണെങ്കിലും നീട്ടി ചോദിക്കുവാണെങ്കിലും ഓർത്തിരുന്നോളൂ. എന്താണ് ആ മോളിക്കുലാർ മാഗ്നറ്റ്സിന്റെ വൈബ്രേഷൻ വളരെ കൂടി അത് വളരെ റാൻഡവും അലൈൻമെന്റ് ഇല്ലാത്തതുമായി അതിന്റെ മാഗ്നറ്റിക് സ്ട്രെങ്ത് സീറോയിലേക്ക് എത്തുന്ന അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു ടെമ്പറേച്ചർ, അതാണ് ക്യൂറി ടെമ്പറേച്ചർ അല്ലെങ്കിൽ ദ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എബവ് വിച്ച് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ബിക്കംസ് പാരാമാഗ്നറ്റിക്. അത് ഓർത്തു വെക്കുക, ക്യൂറി പോയിന്റ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.